എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയാണ് ഇന്ത്യ-ശ്രീലങ്ക ആദ്യ ഏകദിന മത്സരം. T20 പരമ്പര ഇന്ത്യ തൂത്ത് വാരിയതുകൊണ്ടുതന്നെ ഇന്ത്യൻ ആരാധകർ എല്ലാം ആവേശത്തിലാണ്. ഇപ്പോഴിതാ ആദ്യ ഏകദിന മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യക്കു വേണ്ടി തിളങ്ങിയത് വിരാട് കോഹ്ലി ആയിരുന്നു. ശ്രീലങ്കൻ മണ്ണിൽ കോഹ്ലിയുടെ വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നു നടന്ന പ്രാക്ടീസ് മാച്ചിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അങ്ങനെ ലോകകപ്പിന് ശേഷം രോഹിത്തും കോഹ്ലിയും വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങുകയാണ്. നാളെ നടക്കുന്ന ഏകദിനത്തിൽ രോഹിത് ആയിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ ആണ് മത്സരം ആരംഭിക്കുന്നത്. രോഹിത്, കോഹ്ലി, രാഹുൽ, കുൽദീപ് എന്നിങ്ങനെ എല്ലാ സീനിയർ താരങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ നാളത്തെ മത്സരത്തിലും ഇന്ത്യ തന്നെ ജയിക്കും എന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ കോഹ്ലിയുടെ ആറാട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 12 ഫോറും 3 സിക്സും ഉൾപ്പെടെ താരം ഇന്ന് സെഞ്ചുറി നേടി. കോഹ്ലിയുടെ ഇന്നത്തെ അടി കണ്ട് ശ്രീലങ്കൻ താരങ്ങൾ ഞെട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ശ്രീലങ്കയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യൻ നിരയിൽ എല്ലാ താരങ്ങളും മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. രോഹിത്തും കോഹ്ലിയും ഇന്ത്യയുടെ തുറുപ്പുചീട്ടാണ്. ഇരുവരും നാളത്തെ മത്സരത്തിൽ ഫോം ആയാൽ ഇന്ത്യ റെക്കോർഡ് വിജയം നേടുമെന്നത് ഉറപ്പാണ്. അതുപോലെ ബൗളിംഗിൽ സിരാജും കുൽദീപും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നാളത്തെ മത്സരത്തിലും ഇന്ത്യൻ താരങ്ങളുടെ ഒരു വെടിക്കെട്ട് ആയിരിക്കും ശ്രീലങ്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീലങ്ക ഇന്ത്യക്ക് മുന്നിൽ നാളെ ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഏകദിന പരമ്പരയും തൂത്തുവാരാനുള്ള പദ്ധതിയിലാണ് ടീം ഇന്ത്യ. എന്തായാലും മികച്ച ഒരു ടീം ആയിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ സോണി ലിവ് ചാനൽ വഴി നമുക്ക് ലൈവായി കളി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാളെ ശ്രീലങ്കയ്ക്ക് എതിരെ ഇന്ത്യ എത്ര വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.